അത് ഒരുവൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയും ശാരീരിക ആരോഗ്യവും രോഗമില്ലാത്ത അവസ്ഥയും അവൻ്റെ വസ്തുവകകളുമാണ് ജീവിത വിജയത്തിൻ്റെ ലക്ഷ്യമായി ചില പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ചിന്തിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലെ ഒരു പ്രോസ്പെരിറ്റി പ്രീച്ചർ ആദിമസഭയിലേക്ക് പോയാൽ എന്താണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിയുന്നത്? നാമോ നമ്മെ സ്നേഹിച്ചവന് മുഖാന്തരം സകലത്തിലും പൂർണ്ണജയം പ്രാപിക്കുന്നു. ഇങ്ങനെ പൂർണ്ണജയം പ്രാപിച്ച 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ കാണുവാൻ 21-ാം നൂറ്റാണ്ടിലെ ഒരു സമൃദ്ധിയുടെ പ്രസംഗകൻ കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം വിചാരിച്ചു, ഇവർ എല്ലാത്തിലും വിജയം വരിച്ച ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് വലിയൊരു സഭാഹാളും മനോഹരമായ കെട്ടിടമെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ആ വിശ്വാസികൾ ആരാധിക്കുവാൻ ഒരു സഹോദരൻ്റെ ഒരു ചെറിയ ഭവനത്തിൽ വലിയ ഭംഗിയോ ആർഭാടമോ ഒന്നും ഇല്ല, തറ പോലും വേണ്ട രീതിയിൽ മിനുക്കിയിട്ടില്ല, ചുമരും ചെത്തിത്തേച്ച് മിനുക്കിയിട്ടില്ല, അതിലാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. സകലത്തിലും പൂർണ്ണജയം പ്രാപിച്ച വിശ്വാസികൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തിലാണോ ആരാധിക്കുന്നത്? ഈ സമൃദ്ധിയുടെ സുവിശേഷകൻ സമ്പൂർണ്ണ ആരോഗ്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. യേശുവിൽ വിശ്വസിച്ചാൽ ആർക്ക് രോഗം പാടില്ല, അംഗവൈകല്യം പാടില്ല. എന്നാൽ ആ സഭയിൽ ഇരിക്കുന്ന പലർക്ക് അംഗവൈകല്യമുണ്ട്. മുന്നിലിരിക്കുന്ന ഒരു സഹോദരന് ഒരു കൈയില്ല. പ്രോസ്പെരിറ്റി പ്രീച്ചർ ചോദിച്ചോ, നീ സകലത്തിലും പൂർണ്ണജയം പ്രാപിച്ച വിശ്വാസിയല്ലേ, നിനക്ക് എന്തുകൊണ്ട് രോഗസൗഖ്യമില്ല, നിൻ്റെ കൈ എങ്ങനെ നഷ്ടപ്പെട്ടു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയായപ്പോൾ സുവിശേഷ വിരോധികൾ നീറോയുടെ ആൾക്കാർ എൻ്റെ കൈ വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്തൊരു സഹോദരിയെ കണ്ടപ്പോൾ സാധാരണ പ്രോസ്പെരിറ്റി പ്രീച്ചർ പ്രവചിക്കുന്നത് പോലെ ആ സഹോദരിയുടെ നേരെ തിരിഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി ഈ പ്രോസ്പെരിറ്റി പ്രീച്ചർ. സഹോദരി, നിൻ്റെ ഭർത്താവിന് ഏറ്റവും വലിയ ജോലി, വലിയ വരുമാനം ദൈവം തന്ന് നിൻ്റെ ഭർത്താവിനെ മാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, 2 മാസം മുമ്പ് നീറോയുടെ ആൾക്കാർ എൻ്റെ ഭർത്താവ് സുവിശേഷത്തിൽ വിശ്വസിച്ച കാരണത്താൽ അദ്ദേഹത്തെ വധിച്ചു, ക്ഷമിക്കണം, ഞാനൊരു വിധവയാണ്. അപ്പോൾ അല്പം ജാള്യതയോടെ മറ്റൊരു സഹോദരനോട് ഇദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങി, സഹോദര, നിനക്ക് ഏറ്റവും വലിയ വീട് ചില മാസങ്ങൾക്കുള്ളിൽ കർത്താവ് തരാൻ പോകുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എൻ്റെ ബന്ധുക്കൾ അവർ സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത വ്യക്തികളാണ്, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കിപ്പോൾ വീടില്ല. മാത്രമല്ല ഞാനിപ്പോൾ നീറോയുടെ ആൾക്കാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ഒളിച്ചു നടക്കുകയാണ്. പിന്നെ എന്തു വീട്? സഭയിലെ പല വിശ്വാസികളും ശാരീരികമായി ക്ഷീണിച്ചവരാണ്, വല്ലാതെ തടിച്ചു കൊഴുത്തവരെ കാണുന്നില്ല. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് വല്ലാതെ തടിച്ചു കൊഴുത്തിരിക്കാത്തത്? പൂർണ്ണജയം പ്രാപിച്ചവരല്ലേ? അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങളിൽ പലരും പട്ടിണി കിടക്കുന്നവരാണ്, സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്കില്ല. ഓ, നിങ്ങൾ ശാപഗ്രസ്തരാണ് അല്ലേ? തുടർന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ച വിശ്വാസികളാണ് എങ്കിൽ ഒരു വലിയ സഭാഹാള് വേണ്ടേ? വിശാലമായൊരു സഭാഹാളിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? വിശാലമായ സഭാഹാൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്താറുണ്ടോ? അപ്പോൾ ആദിമസഭയിൽ വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ ആരും സഭാഹാൾ വയ്ക്കുവാൻ പ്രാർത്ഥിക്കാറില്ല, കാരണം ഞങ്ങൾ ഇവിടെ രഹസ്യമായി ഭൂഗർഭത്തിലും ചില സഹോദരന്മാരുടെ ഭവനത്തിലുമാണ് ആരാധിക്കുന്നത്. ഞങ്ങൾക്കിവിടെ സഭാഹാൾ പണിയുവാൻ ഗവൺമെൻറ് അനുവാദം തന്നിട്ടില്ല. ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ് എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഞങ്ങളെ വധിക്കാനാണ് തയ്യാറായി ഈ സമൂഹം നിൽക്കുന്നത്. മാത്രമല്ല സഭാഹാൾ പണിതില്ലെങ്കിലും ഓരോ ഞായറാഴ്ചയും ധാരാളം പേരാണ് ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമൃദ്ധിയുടെ സുവിശേഷം ചോദിച്ചു, കാര്യങ്ങൾ നടക്കണമെങ്കിൽ പണം വേണം. നിങ്ങൾ ആരാധനയ്ക്കിടയിൽ സ്തോത്രക്കാഴ്ച എടുക്കാറുണ്ടോ? ഞങ്ങളാണെങ്കിൽ സ്തോത്രക്കാഴ്ച എടുക്കാത്തൊരു ആരാധനയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ ഈ വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ മാമോനെ സേവിക്കുന്നവരല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവവേലയ്ക്ക് പണം കൊടുക്കാറുണ്ട്. അത് ഞങ്ങളുടെ അരുമരക്ഷകൻ പറഞ്ഞിരിക്കുന്നത് പോലെ രഹസ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യാറ്. അതുകൊണ്ട് പരസ്യമായി എല്ലാവരും കാണുക ഒരു പിരിവ് ഇവിടെ ഇല്ല. നിങ്ങൾ ഈ ആരാധനാ ഹാളിലേക്ക് എങ്ങനെയാണ് വന്നത്? നടന്നിട്ടാണോ വന്നത്? കുതിരവണ്ടിയിലാണോ? സകലത്തിലും പൂർണ്ണജയം പ്രാപിച്ച നിങ്ങൾക്കൊക്കെ മെച്ചപ്പെട്ട വാഹനങ്ങൾ വേണ്ടതല്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വാഹനം വാങ്ങാനൊന്നും പൈസയില്ല,
ഞങ്ങൾ സന്തോഷത്തോടു കൂടെ നടന്നിട്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. ഇത്രയും ചോദ്യങ്ങൾ ഇദ്ദേഹം അവരോട് ചോദിച്ചപ്പോൾ ഈ വിശ്വാസികൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെ നിയന്ത്രിക്കുന്ന ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവല്ല, ദുരാത്മാവാണ്. ഇത് കേട്ടപ്പോൾ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചറിന് ഭയങ്കര ദേഷ്യം തോന്നി. നിങ്ങൾ എന്നെ ഈ രീതിയിൽ അവഹേളിക്കുകയാണോ? വെറുതെയല്ല നിങ്ങൾ ഈ രീതിയിൽ ദാരിദ്ര്യം പിടിച്ച് നടക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ദാരിദ്ര്യ ശാപത്തെ പൊട്ടിക്കാൻ പറ്റും. അത്രയും കൃപാവരങ്ങൾ പ്രാപിച്ച ഒരു പ്രസംഗകനാണ് ഞാൻ. പക്ഷേ നിങ്ങളുടെ ശാപം പൊട്ടിക്കാൻ ഞാൻ പോകില്ല. കാരണം നിങ്ങൾ എനിക്ക് ദുർബോധം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് യോജിച്ച സഭ ഇതല്ല. എന്നെ വെൽക്കം ചെയ്യുന്ന എത്രയോ സഭകളുണ്ട്. നിങ്ങൾ എൻ്റെ സഭയിലേക്കൊന്ന് വാ. എൻ്റെ സഭാ ഹാളിൻ്റെ വലുപ്പം കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോകും. മാത്രമോ എൻ്റെ സഭയിലെ വിശ്വാസികളെ നോക്കൂ, എത്രമാത്രം പണച്ചാക്കുകളാണ് അവിടെ ഇരിക്കുന്നത്. തടിച്ച് കൊഴുത്ത കുടവയറന്മാർ. അവരെയൊക്കെ ഞാൻ അനുഗ്രഹിച്ച് വിട്ടതുകൊണ്ട് ഈ രീതിയിൽ അവരെത്തിയത്. അതുകൊണ്ട് നിങ്ങളുടെ സഭ എനിക്ക് യോജിച്ച സഭയല്ല, ഞാൻ എനിക്ക് യോജിച്ച സഭയിലേക്ക് പോവുകയാണ്. ഇതൊരു കഥയാണ് എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. റോമാലേഖനം 8-ാം അധ്യായം 35 തൊട്ട് 37 വരെ വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ഏതിലൊക്കെ? ഇവിടെ പറയുന്ന 7 കാര്യങ്ങളിൽ പൂർണ്ണജയം പ്രാപിക്കുന്നു. അല്ലാതെ ഇവിടുത്തെ മത്സര പരീക്ഷകളിൽ 1-ാം റാങ്ക് നേടുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ വീട് പണിയുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ധാരാളം പണം നേടുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയാൽ വലിയ വിജയത്തിലെത്തുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ 7 കാര്യങ്ങളിൽ പൂർണ്ണജയം. ഏതാണ് ഈ 7 കാര്യങ്ങൾ? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് തൻ്റെ വിശ്വാസ നിമിത്തം നേരിടുമ്പോൾ ഇവകളിലൊന്നും പതറാതെ കർത്താവിനോട് ഞാൻ വിശ്വസ്തനാണ്, വിശ്വസ്തയാണ് എന്ന് നിൽക്കാനും കഴിയുന്നു. അവനാണ് പൂർണ്ണജയം പ്രാപിച്ച വിശ്വാസി. അല്ലാതെ ഭൗതിക സമൃദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പൂർണ്ണജയം പ്രാപിച്ച ഒരുവനാണ് എന്ന് ഒരുവൻ തന്നെ അളക്കേണ്ടത്. കഷ്ടതയിലും പ്രയാസത്തിലും നഗ്നതയിലും ആപത്തിലും വാളിലും ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? ലോകത്തോട് അനുരൂപമാകാതെ സത്യവചനത്തിന് വേണ്ടി യാതൊരു രീതിയിലും കോംപ്രമൈസ് ഇല്ലാതെ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? അവനാണ് സകലത്തിലും പൂർണ്ണജയം പ്രാപിച്ച ഒരു ക്രിസ്ത്യാനി. അക്കൂട്ടത്തിൽ ഒരാളാകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണോ? നാം ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാന്തയാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് നാം. ക്രിസ്തു ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഏറ്റവും അധികം നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ നമുക്ക് കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ആപത്തും വാളും വരുമ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്തരം പീഡനങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത്? എൻ്റെ കാന്തയാണ്, ഒരു കഷ്ടവും നിങ്ങൾക്ക് വരാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ സുഖകരമായി ജീവിക്കണം, എല്ലാ പ്രതികൂലങ്ങളും ഞാനിതാ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. കാരണം ഞാൻ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കഷ്ടതയും ആപത്തും നഗ്നതയും വാളും വരുന്നത് കാണാൻ എനിക്ക് സാധ്യമല്ല. അങ്ങനെ എന്തുകൊണ്ട് ക്രിസ്തു ചിന്തിക്കുന്നില്ല? മണവാളനായ ക്രിസ്തു മണവാട്ടിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ മണവാട്ടി ആകണമെങ്കിൽ നിനക്കുള്ള യോഗ്യത എന്നോടൊപ്പം കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കാത്ത ആരും ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ല. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുക എന്നുള്ളത് ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫാണ്. അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ലൂക്കോസ് 21:16 തൊട്ട് 17 വരെ, എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ വെറുക്കും. ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ലേ, എനിക്ക് കഷ്ടത പാടില്ല, എതിർപ്പ് പാടില്ല, ക്രിസ്തു സംരക്ഷിക്കും. നോ. ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ ആര് തയ്യാറുണ്ടോ അവരാണ് ക്രിസ്തുവിൻ്റെ ഉത്തമ
മണവാട്ടിമാർ. പഴയ നിയമത്തിൽ യബ്ബേസ് പ്രാർത്ഥിച്ചു, എൻ്റെ അതിർ വിസ്താരമാക്കണം. അതിൻ്റെ അർത്ഥം ധാരാളം ഭൂപ്രദേശങ്ങൾ എനിക്ക് തരണം. അനർത്ഥം വ്യസന കാരണമാകാൻ പാടില്ല. അവൻ്റെ 2 യാചനയ്ക്കും ദൈവം മറുപടി കൊടുത്തു. അനേക ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമുള്ളൊരു വേദഭാഗമാണിത്. യബ്ബേസിൻ്റെ അതിര് വിസ്താരമാക്കിയല്ലോ, എൻ്റെയും അതിര് വിസ്താരമാക്കും, വലിയൊരു സമൃദ്ധി എനിക്ക് തീർച്ചയായും കിട്ടും. പക്ഷേ ആദിമ ക്രിസ്ത്യാനികളുടെ അതിര് വിസ്താരമായില്ല. അവർക്കുണ്ടായിരുന്ന വസ്തുവകകൾ പലപ്പോഴും ശത്രുക്കൾ എടുത്തുകൊണ്ടുപോയി. അവരെ മൃഗങ്ങൾക്ക് തിന്നുവാനായി എറിഞ്ഞു കൊടുത്തു. അവരെ അഗ്നിപന്തങ്ങളാക്കി നിർത്തി, തടവിലിട്ട് പീഡിപ്പിച്ചു. ഇന്ന് പലർക്കും യബ്ബേസിൻ്റെ പ്രാർത്ഥനയാണ് ഇഷ്ടം, അല്ലേ? ഒന്ന് വായിക്കാൻ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10 തൊട്ട് 11 വരെ. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എന്നാൽ ആദിമസഭയിലെ വിശ്വാസികളെ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ ആ സിംഹങ്ങളുടെ വായ് പൂട്ടുവാൻ കർത്താവിന് ശക്തി ഉണ്ടായിരുന്നു. അവർ തീപ്പന്തങ്ങളായി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീനെ കെടുത്തുവാനുള്ള ശക്തി കർത്താവിനുണ്ട്. പക്ഷേ രണ്ടും കർത്താവ് ചെയ്തില്ല. കാരണം അവർ ആ രീതിയിലുള്ള മരണം വഴി കർത്താവിന് മഹത്വം കൊടുക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിനാണ് കർത്താവ് ശ്രദ്ധ കൊടുക്കുന്നത്. മനുഷ്യർ പലപ്പോഴും അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യവും സുഖത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ശരീരത്തിനകത്തുള്ള മനുഷ്യർക്ക് അദൃശ്യമായ ആത്മാവിനാണ് കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഈ ശരീരം 70-80 വർഷം കഴിഞ്ഞാൽ മണ്ണിൽ ശേഷിച്ചു പോകേണ്ടതാണ്. ഒരു എതിർപ്പും ബുദ്ധിമുട്ടും കഷ്ടതയും ആപത്തും വാളും വന്നില്ല എങ്കിലും വാർദ്ധക്യം വന്ന് നമ്മൾ ചീഞ്ഞളിഞ്ഞു പോകും, യാതൊരു സംശയവുമില്ല, മരിച്ചു പോകും. എന്നാൽ കർത്താവ് എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സകലത്തിലും പൂർണ്ണജയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിജയമല്ല ഇത്. ആപത്തും കഷ്ടതയും വാളും വരുമ്പോൾ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കും. കത്തിക്കുമ്പോൾ ശരീരം കത്തുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആത്മാവിന് ഒരു കേടും പറ്റുന്നില്ല. കഷ്ടത വന്നാലും ആപത്ത് വന്നാലും നഗ്നത വന്നാലും വാള് വന്നാലും ഉപദ്രവം വന്നാലും നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിന് ഒരു കേടും പറ്റില്ല. അതുകൊണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിജയമല്ല, പിന്നെ ഏതാണ്? നമ്മുടെ ആത്മാവിൻ്റെ വിജയമാണ്. ഈ ലോകത്തിലെ സകല ശക്തികളും നമുക്കെതിരെ എന്തെല്ലാം ചെയ്താലും നമ്മുടെ ആത്മാവിനെ ഒന്ന് സ്പർശിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. കൊളോസിയർ 3:3 വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആത്മാവ് ഏറ്റവും ഭദ്രമായ സ്ഥലത്താണ്. ലോകത്തിലൊരു ശക്തിക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ ക്രിസ്തുവിൽ നമ്മുടെ ആത്മാവ് മറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവ് ആകുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നേരെ ആപത്ത്, വാൾ, ഉപദ്രവം, പട്ടിണി ഒക്കെ വന്നാലും നമ്മൾ പൂർണ്ണ ജയാളികളാണ്. നാം ഇവിടെ അറുക്കപ്പെടുവാനുള്ള ആടുകളെപ്പോലെ മറ്റുള്ളവരാൽ എണ്ണപ്പെട്ടാലും നാം പൂർണ്ണ ജയാളികളാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ വിജയമല്ല, ആത്മാവിൻ്റെ വിജയമാണ്. ലൗകികനായ മനുഷ്യൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അവൻ്റെ ശരീരസുഖത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനുമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഈ ശരീരം എന്നുള്ളത് ആത്മാവ് വസിക്കുന്ന ഒരു താൽക്കാലിക കൂടാണ്. ഉപദ്രവം വന്നില്ല എങ്കിലും നമ്മുടെ ശരീരം വാർദ്ധക്യത്താൽ അങ്ങ് ദ്രവിച്ച് ഇല്ലാതെയായി പോകും. എന്നാൽ ഈ കൂടിനുള്ളിൽ ഏറ്റവും വിലയുള്ള ഒന്നുണ്ട്. ഇതിനെ തൊടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതാണ് യഥാർത്ഥ പൂർണ്ണജയം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം ഓശാനയിൽ നിന്ന് വായിക്കുന്നു, ശരീരത്തെ കൊല്ലുന്നവരെങ്കിലും ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട, എന്നാൽ ആത്മാവും ശരീരവും ഒപ്പം നരകത്തിൽ നശിപ്പിക്കാൻ കേൾപ്പുള്ളവനെ ഭയപ്പെടുക. അത് കർത്താവിന് മാത്രമേ സാധിക്കൂ. മനുഷ്യർക്ക് ഒരുവൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കേ സാധിക്കൂ? ആത്മാവിൻ്റെ ഉടയവനായ കർത്താവിന് മാത്രമേ സാധിക്കൂ. എന്നാൽ നമ്മുടെ ആത്മാവ് ഇപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്, ഏറ്റവും ഭദ്രമായ സ്ഥലത്ത് ഇരിക്കുകയാണ്.
പിശാച് ഒരുപക്ഷെ ദൈവ പൈതലിൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചാലും, കാരണം അവൻ കള്ളനാണ്, ഏറ്റവും വിലയുള്ളത് എടുക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മുടെ ആത്മാവിനെ തൊടാൻ പിശാചിനും പറ്റില്ല, ലോകത്തിലെ മനുഷ്യർക്കും പറ്റില്ല, പ്രകൃതിയിലെ യാതൊരു ശക്തിക്കും പറ്റില്ല, ഉയരത്തിനുള്ളതിനോ വരാനുള്ളതിനോ ഒന്നിനും പറ്റില്ല. കാരണം അത് ഏറ്റവും ഭദ്രമായ സ്ഥലത്താണ് ഇരിക്കുന്നത്. അതെ, ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണ്. സ്നാപക യോഹന്നാനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്താണ് സാക്ഷ്യം പറഞ്ഞത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാളും വലിയവനില്ല, അവൻ ജ്വലിച്ചു നിന്ന ഒരു വിളക്കാണ്. ഇത് ക്രിസ്തു തന്നെ സ്നാപക യോഹന്നാനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അതേ സ്നാപക യോഹന്നാൻ എങ്ങനെ മരിച്ചു? വാർദ്ധക്യത്തിലെത്താതെ ശിരച്ഛേദം ചെയ്യപ്പെട്ട് ഈ ഉന്നതനായ മനുഷ്യൻ മരിക്കുകയാണ്. അപ്രകാരം ശിരച്ഛേദം ചെയ്യപ്പെട്ട് സ്നാപക യോഹന്നാൻ മരിച്ചപ്പോൾ സ്നാപക യോഹന്നാൻ ഒരു പരാജയമല്ല. തൻ്റെ ശരീരത്തിന് ദോഷം വന്നു, ശരിയാണ്. പക്ഷേ തൻ്റെ ആത്മാവിനെ തൊടുവാൻ ഹേരോദാവിൻ്റെ വാളിന് ശക്തിയില്ല. രക്തസാക്ഷിയായപ്പോഴും വധിക്കപ്പെട്ടപ്പോഴും ശരീരം ഈ രീതിയിൽ വാളുകൊണ്ട് നശിച്ചപ്പോഴും സ്നാപക യോഹന്നാൻ വിജയാളി തന്നെയാണ്. ലൗകികരായ മനുഷ്യർ അവരുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ, ശരീരത്തിൻ്റെ ഭദ്രത, ശരീരത്തിൻ്റെ സൗഖ്യം, സുഖം, ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ദൈവമക്കൾ ശരീരത്തെക്കാളും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, ഈ താൽക്കാലിക കൂടിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മാവിനാണ്. അതുകൊണ്ട് കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഈ കഷ്ടതയ്ക്കും പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും ഇല്ലായ്മയ്ക്കും എൻ്റെ ശരീരത്തെ മാത്രമേ സ്പർശിക്കാൻ കഴിയൂ, എൻ്റെ ആത്മാവിനെ സ്പർശിക്കാൻ ഇവയ്ക്കൊന്നിനും ശക്തിയില്ല. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് അതീവ അവലാതി ഉണ്ടാവില്ല. ദൈവം ഈ ശരീരത്തെയും ആത്മാവിനെയും വേർതിരിച്ചു. മനുഷ്യന് അവൻ്റെ ശരീരത്തെ തൊടാം, കാണാം. പക്ഷെ മനുഷ്യന് അവൻ്റെ ആത്മാവിനെ കാണാനോ തൊടാനോ ഉള്ള ശക്തി ദൈവം കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ പ്രത്യേകത, അവൻ്റെ പരിധിയിൽ ഒരു കാര്യമായാൽ അതിനെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ഒടുവിൽ നശിപ്പിക്കുകയും ചെയ്യും. ഒരു കാലത്ത് മനുഷ്യന് ആറ്റം അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയുകയേയില്ല. അടുത്ത കാലത്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോൾ അതുകൊണ്ട് നിന്നില്ല. പിന്നെ ആറ്റത്തിനെ വിഭജിച്ച് ദോഷകരമായ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് ഈ ഭൂമി മുഴുവൻ നശിപ്പിക്കാനുള്ള അണുവായുധ ശക്തി പല രാജ്യങ്ങൾക്കും ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെക്കുറിച്ചും മൃഗശരീരങ്ങളുടെ കോശങ്ങളെക്കുറിച്ചും കാര്യമായിട്ട് അറിയുകയില്ല. പിന്നീട് മനുഷ്യൻ്റെ കോശങ്ങളെക്കുറിച്ചും മൃഗങ്ങളുടെ കോശങ്ങളെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ മുയലിൻ്റെ കോശവും എലിയുടെ കോശവും കൂട്ടിച്ചേർത്ത് വിചിത്ര ജീവികളെ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരാടിൻ്റെ ഒരു സെല്ലിൽ നിന്ന് ഡോളി എന്ന് പറയുന്ന വിചിത്ര ഒരാടിനെ ഉണ്ടാക്കി. ഇനി സയൻറ്റിസ്റ്റുകളുടെ ലബോറട്ടറികളിൽ ഏതൊക്കെ ഭീകരജീവികളാണ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. ദൈവം എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഇവയൊക്കെ ഉണ്ടാക്കിയോ അതൊക്കെ മനുഷ്യനിപ്പോൾ അവൻ്റെ അറിവ് ഉപയോഗിച്ച് വികലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെ ആത്മാവിനെ ഒരു ലബോറട്ടറിയിൽ വെച്ച് പരീക്ഷിക്കുവാൻ ഒരിക്കലും മനുഷ്യന് ദൈവം വിജ്ഞാനം നൽകുകയില്ല. എത്രമാത്രം ടെക്നോളജി വർദ്ധിച്ചാലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചാലും ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ തൊടാനോ കാണാനോ അതിനെ പരീക്ഷണത്തിന് വിധേയമാക്കുവാനോ ദൈവം മനുഷ്യന് ഒരു കാലത്തും അവസരം നൽകുകയില്ല. ഈ ആത്മാവ് മനുഷ്യന് കാണാനും തൊടാനും പരീക്ഷണ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പരിശോധിക്കാനും പറ്റുന്ന ഒന്നായാൽ എന്തായി മാറും? അതിനെ വികലമാക്കും. God placed this soul completely out of the touch of human beings. തൊടാൻ പറ്റില്ല. ഇനി സകല മനുഷ്യരും എന്തെല്ലാം കണ്ടുപിടുത്തം നടത്തിയാലും ദൈവമക്കളുടെ ആത്മാവിന് ദോഷം വരുത്തുവാൻ ഒരു കണ്ടുപിടുത്തത്തിനും ശക്തിയില്ല. ഒന്ന് ജസ്റ്റ് ചിന്തിക്കുക, ഒരിക്കലും സംഭവിക്കുകയില്ല. ഈ അണുവായുധങ്ങളെല്ലാം ഒരുമിച്ച് രാജ്യങ്ങൾ അങ്ങ് പൊട്ടിച്ചാലും എല്ലാം ഛിന്ന ഭിന്നമായി പോയാലും നമ്മുടെ ആത്മാവിന് ഒരു കേടും പറ്റില്ല. ഈ ഭൂമി മുഴുവൻ കത്തിയാലും നമ്മുടെ ശരീരം ഒരുപക്ഷെ അതോടൊപ്പം ദഹിച്ചു പോകാം,
പക്ഷെ നമ്മുടെ ആത്മാവിന് ഒരു ദോഷവും പറ്റില്ല. ഇനി എന്തെല്ലാം എതിർപ്പുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പട്ടിണി, ക്ഷാമം, സുവിശേഷ വിരോധികളുടെ അക്രമം എന്തെല്ലാം വരട്ടെ, നാം പൂർണ്ണ ജയാളികളാണ്. നമ്മുടെ ശരീരം കൊത്തിയരിഞ്ഞാലും നമ്മുടെ ആത്മാവിനൊരു ദോഷവും പറ്റില്ല. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സകലത്തിലും പൂർണ്ണ ജയം പ്രാപിച്ചവരാണ്. അതാണ് നമ്മുടെ ധൈര്യം. അതല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ ഓരോ ദിവസവും ക്ഷീണം വരുന്നു, ഓരോ ദിവസവും പ്രയാസങ്ങൾ വരുന്നു, അങ്ങനെ വരുന്നു, അവിടെ രോഗം കൂടുന്നു, ഇവിടെ പ്രഷർ, ഇവിടെ ഷുഗർ. ഒരപകടത്തിന് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് കേടുവരുത്താൻ സാധിച്ചു എന്ന് വരാം. ശത്രുക്കൾക്ക് നമ്മുടെ ശരീരത്തിന് കേടുവരുത്താൻ സാധിച്ചു എന്ന് വരാം. പ്രകൃതിക്ഷോഭത്തിന് ചില കേടുപാടുകൾ നമ്മുടെ ശരീരത്തിന് സമ്മാനിക്കുവാൻ സാധിച്ചു എന്ന് വരാം. രോഗാണുക്കൾക്കും നമ്മുടെ ശരീരത്തിന് ചില കേടുപാടുകൾ വരുത്താൻ കഴിഞ്ഞു. ഇനി ഒന്നുമില്ലെങ്കിൽ വാർദ്ധക്യവും നമ്മളെ തളർത്തും. പക്ഷേ ഇവയ്ക്കൊന്നിനും, ഇവയെല്ലാം ഒരുമിച്ച് സംഘടിച്ചാലും നമ്മുടെ ആത്മാവിന് ഒരു ദോഷവും വരുത്താൻ അവയ്ക്ക് സാധ്യമല്ല. ഇനി സകല പിശാചുക്കളും ഒരുമിച്ച് നമ്മുടെ ആത്മാവിന്, ദൈവമക്കളായ നമ്മുടെ ആത്മാവിന് ദോഷം വരുത്തുവാൻ പരിശ്രമിച്ചാലും അവരും പൂർണ്ണ പരാജയമായിരിക്കും. യോഹന്നാൻ 10-ാം അധ്യായം 28 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ: ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതിനാൽ ഈ ലോകത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും സുവിശേഷ വിരോധികളാലുള്ള ഉപദ്രവങ്ങളും നമ്മളെ ഒലയ്ക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു കുട്ടി ഒരു മനോഹരമായ ചെപ്പ്, അതിന് പല വർണ്ണങ്ങളുണ്ട്, ആ ചെപ്പ് കളിക്കാൻ ഉപയോഗിക്കുകയായിരുന്നു. ആ ചെപ്പിനകത്ത് വളരെ വിലപിടിപ്പുള്ള ഒരു രത്നമാലയുണ്ട്. കുട്ടിക്ക് ഇതിനകത്ത് വിലപിടിപ്പുള്ള ഒരു രത്നമാലയുണ്ട് എന്ന് അറിയുകയില്ല. കുട്ടി ആ ചെപ്പിൻ്റെ ബാഹ്യമായ ഭംഗി കണ്ട് കളിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധവശാൽ ആ ചെപ്പ് വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണപ്പോൾ അത് കടലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു ചെപ്പായതുകൊണ്ട് കുതിർന്ന് കേടായി. കുട്ടി കരയാൻ തുടങ്ങി. എൻ്റെ കളിക്കോപ്പ് കേടായല്ലോ. കരയുന്നത് കണ്ട് അപ്പച്ചൻ അടുത്ത് വന്നു. മോനെ, നീ കരയേണ്ട കാര്യമില്ല. ഈ ചെപ്പ് നാശമായാൽ നീ എന്തിന് കരയണം? കാരണം ഈ ചെപ്പിന് വിലയില്ല. ഇതിനകത്ത് ഏറ്റവും വലിയൊരു രത്നമാലയുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ആ കുതിർന്ന ചെപ്പിനകത്ത് നിന്ന് രത്നമാല പുറത്തേക്കെടുത്തു. വളരെ തിളക്കമുള്ളൊരു രത്നമാല. ഇത് കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറി. കുഞ്ഞിന് മനസ്സിലായി, ഞാൻ ഇതുവരെ ഏറ്റവും വിലയുള്ള കാര്യം കണ്ടിട്ടേയില്ല. ഈ ചെപ്പിനേക്കാൾ എത്രയോ മനോഹരമായ വസ്തുവാണ് ഇതിനകത്തിരിക്കുന്ന രത്നമാല. പലപ്പോഴും നാം ഈ കുട്ടിയെ പോലെ സങ്കടപ്പെടാറുണ്ട്. നമ്മുടെ ശരീരത്തിന് വരുന്ന ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ രോഗം തന്നെ, ഇത് നമ്മെ വല്ലാതെ തളർത്താറുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിനകത്ത് കേടുകൂടാതെ തേജസ് പ്രാപിച്ച ഒരാത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ ശോഭയും ഭംഗിയും നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തിൻ്റെ ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടും ഇവിടുത്തെ ചില എതിർപ്പുകളും അത് നമ്മെ വല്ലാതെ മുക്കിക്കളയുന്നത്. ഒരിക്കലൊരു മനുഷ്യൻ ബാങ്കിൽ പോയി കോടിക്കണക്കിന് രൂപ പിൻവലിച്ചു. പണമെല്ലാം ഒരു പെട്ടിയിലാക്കി. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, എന്നെ ചില ശത്രുക്കൾ വീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പെട്ടിയിലെ പണം കവർന്നെടുക്കുവാൻ ആരോ ഇവിടെയുണ്ട് ബോധ്യമായി. അപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. ആ ബാങ്കിലെ ഒരു ജീവനക്കാരൻ തൻ്റെ സുഹൃത്താണ്. ആ സുഹൃത്തിനോട് പറഞ്ഞു, ഈ കള്ളന്മാർ കാണാതെ പറഞ്ഞു, സുഹൃത്തെ, നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ പെട്ടിയിലെ പണമെല്ലാം നീ എടുക്കുക, കാലിപ്പെട്ടി മാത്രം എനിക്ക് തരിക. ഞാൻ പിന്നെ വന്ന് ഈ പണമൊക്കെ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളാം. കള്ളന്മാർ ഇതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇദ്ദേഹം കാലിപ്പെട്ടിയുമായി ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങി. കള്ളന്മാർ പിന്നാലെ കൂടി. കോടിക്കണക്കിന് രൂപ ഈ പെട്ടിയിലുണ്ടല്ലോ. അങ്ങനെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് എത്തിയപ്പോൾ കള്ളന്മാർ പെട്ടെന്ന് വന്ന് പെട്ടിയെടുത്ത് തട്ടിയെടുത്ത് ഓടിപ്പോയി. അവർ കുറച്ചകലെ പോയി ഒരു വലിയ കല്ലിൻ കഷ്ണം കൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെ പെട്ടി തകർക്കാൻ തുടങ്ങി. ഈ പെട്ടി തകർക്കുന്നത് ഈ പെട്ടിയുടെ ഉടമസ്ഥൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്താ കാരണം?
അത് വെറും പെട്ടിയാണ്. അതിനുള്ളിലുള്ള പണമെല്ലാം സുഹൃത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുകയാണ്. വാസ്തവത്തിൽ പരാജയപ്പെട്ടത് ആരാണ്? കള്ളന്മാരാണ്. പ്രിയമുള്ളവരെ, ഈ ലോകം ഏൽപ്പിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളും പീഡനങ്ങളും കാലിപ്പെട്ടിക്ക് നേരെ കൊള്ളുന്ന കല്ലുകൊണ്ടുള്ള ഇടിയാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവ് ഏറ്റവും സുരക്ഷിതമായ കരത്തിലാണ് ഇരിക്കുന്നത്. അതിനെ തൊടാൻ ഒരു മനുഷ്യനോ ഒരു പിശാചിനോ പ്രകൃതിക്ഷോഭത്തിനോ സാധ്യമല്ല. ഇത് മനസ്സിലാക്കിയ വ്യക്തിയാണ് വിജയി. അല്ലാത്തവൻ എപ്പോഴും സങ്കടപ്പെടും. കണ്ടോ, എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, നല്ല വീടില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, നല്ല ആരോഗ്യമില്ലല്ലോ, ആ വാഹനം നേടാൻ പറ്റിയില്ല, പ്രാർത്ഥിച്ചു അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. സങ്കടപ്പെട്ട് നടക്കുന്ന അനേകർ. കാരണം അവർ ശരീരത്തിൻ്റെ കാര്യമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അകത്തുള്ള ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് വിശ്വാസികളായ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ ശരീരത്തെ ശത്രുക്കൾ ഇനി ആയുധം കൊണ്ട് വെട്ടിമുറിച്ചാലും നമുക്ക് പട്ടിണി കിടക്കേണ്ടി വന്നാലും ഇതെല്ലാം കാലിപ്പെട്ടിക്ക് കൊള്ളുന്ന താടനങ്ങളാണ്, ഉപദ്രവങ്ങളാണ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. തൻ്റെ ശരീരത്തോട് ശത്രുക്കളായ മനുഷ്യർ എന്താണ് ചെയ്തത്? തുപ്പി, ഇടിച്ചു, ചാട്ട കൊണ്ടടിച്ചു, ആണി കൊണ്ട് തുളച്ചു, എന്തെല്ലാം പീഡനങ്ങൾ. ഇതെല്ലാം പിതാവായ ദൈവം നോക്കിക്കാണുകയാണ്. തൻ്റെ ഏകമകൻ്റെ ശരീരത്തോട് ശത്രുക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പിതാവ് കാണുന്നുണ്ട്. അവരെ ആരെയും തടുക്കുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എൻ്റെ മകൻ്റെ ശരീരത്തോട് ഇവരെന്തെല്ലാം ക്രൂരത കാണിച്ചാലും എൻ്റെ മകൻ ഇല്ലാതാവുകയില്ല. ഇവൻ 3-ാം ദിവസം ഉയർക്കും. മാത്രമല്ല, ഇത്തരം പീഡനങ്ങളിലൂടെ എൻ്റെ മകൻ പോയാലാണ് എനിക്ക് എൻ്റെ പ്രിയപുത്രനെ സ്വർലോകത്തിലും ഭൂലോകത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്ന അത്രയും വലിയൊരു സ്ഥാനം, സകല നാമത്തിലും മേലായ നാമം എൻ്റെ മകന് എനിക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ ശരീരത്തോട് ശത്രുക്കളായ മനുഷ്യർ ഇപ്രകാരം ക്രൂരത കാണിച്ചിരിക്കണം. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം തൻ്റെ പുത്രനോട് സ്വീകരിച്ച അതേ മെത്തേഡ് തന്നെയാണ് നമ്മോട് സ്വീകരിക്കുന്നത്. കാരണം പിതാവായ ദൈവം തൻ്റെ പുത്രനെ എത്രമാത്രം സ്നേഹിച്ചുവോ അതേപോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ചിലപ്പോൾ എതിർപ്പുകളും സുവിശേഷ വിരോധികളും ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ദൈവം സംരക്ഷിച്ചില്ല എന്ന് വരും. അതുകൊണ്ടല്ലേ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായത്. ഇന്നും അനേകർ തടവിൽ കിടക്കുകയാണ് സുവിശേഷ നിമിത്തം. അവരെ ഉദ്യോഗസ്ഥന്മാർ തടവിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവ് വന്ന് തടയുന്നില്ല. കാരണം കർത്താവിനറിയാം, ഈ തടവോ പീഡനമോ വധമോ എൻ്റെ പ്രിയ മക്കൾക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല. മാത്രമല്ല, ഇവർ ശരീരത്തിൽ ഈ രീതിയിൽ കഷ്ടതകൾ ഏറ്റാൽ ഇവർക്ക് ഏറ്റവും വലിയ പ്രതിഫലം എനിക്ക് സ്വർഗത്തിൽ കൊടുക്കാനും കഴിയും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ രക്തസാക്ഷി മരണം നിസ്സഹായതയുടെ ഒരു തെളിവല്ല. പിന്നെയോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സകലത്തിലും ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നീ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടും. നീ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും എന്നൊരുവൻ നമ്മോട് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും, നീ ക്രിസ്തു മതം ഉപേക്ഷിച്ചാൽ, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കുമോ? ഒരു സുവിശേഷ വിരോധിക്ക് നമ്മുടെ ശരീരത്തെ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. നമ്മുടെ ആത്മാവിനെ തൊടാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് മരണത്തെ പേടിയില്ല. ലോകത്തിലെ മനുഷ്യർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണ്? മരണത്തെയാണ്. ഏതു വമ്പനും മരണം തൊട്ടടുത്ത് എത്തിയാൽ ഒരു പേടിയുണ്ടായിരിക്കും. എന്നാൽ മരണത്തെ പേടിയില്ലാത്ത ഒരേ ഒരു വിഭാഗം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അവരാരാണ്? ദൈവമക്കളായ നാം. അവർ ഈ ഭൂമിയിൽ അറുക്കപ്പെടുവാനുള്ള ആടുകളെപ്പോലെ എണ്ണപ്പെടുന്നവരാണ്. ദിനംപ്രതി ക്രിസ്തുവിനെ വേണ്ടി ദിനംപ്രതി വധിക്കപ്പെടുന്നവരാണ്. പക്ഷേ അവർക്ക് മാത്രമാണ് മരണത്തെ നോക്കി, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ?
നിന്റെ വിഷമുള്ളവിടെ എന്ന് വെല്ലുവിളിക്കുവാൻ, ഏറ്റവും പ്രബലനായ ശത്രുവിനെ നോക്കി വെല്ലുവിളിക്കുവാൻ ശക്തി ലഭിച്ച ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, അത് ദൈവമക്കളായ നമ്മളാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ഭീഷണി വാക്ക് കേട്ടാൽ പേടിച്ച് മണ്ടി ഓടേണ്ട കാര്യം നമുക്കുണ്ടോ? ക്രിസ്തുവിന്റെ നാമം നിമിത്തം മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. കാരണം മരണത്തെ തോൽപ്പിച്ചവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അവർ മരണത്തിലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു. അവരുടെ മരണം പോലും ഒരു പരാജയമല്ല, അതും അവർ വിജയം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. നാമോ ഒന്നോ രണ്ടോ കാര്യത്തിൽ വിജയം പ്രാപിച്ചു എന്നല്ല, നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുന്നിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുന്നിലായി, നായകനായുള്ളതിനാൽ ജയം ജയം എപ്പോഴും. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ. ജയം തരുന്ന കർത്താവിനെ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള 7-ാം അധ്യായത്തിൽ സകലത്തിലും പൂർണ്ണജയം പ്രാപിച്ചൊരു വ്യക്തിയെ അല്ല കാണുന്നത്. 7-ാം അധ്യായത്തിൽ സകലത്തിലും പൂർണ്ണ പരാജയം പ്രാപിച്ചൊരു വ്യക്തി. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഒരു നിലവിളിയാണ്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനാൽ ജയം പ്രാപിച്ച ഒരു മനുഷ്യൻ പറയുകയാണ്, ഇതാ ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ തടവിലാക്കപ്പെട്ട, പാപത്തെയും ജഡത്തെയും പിശാചിനെയും തോൽപ്പിക്കാൻ പറ്റാതെ ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞ് ഞരങ്ങുന്ന ഒരു മനുഷ്യൻ്റെ നിലവിളിയാണ്. 8-ാം അധ്യായം അങ്ങനെയല്ല, ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ്റെ ജയപ്രഖ്യാപനമാണത്. 7-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത അത് സ്വയകേന്ദ്രീകൃതമാണ്. സ്വന്തം കഴിവുകൊണ്ട് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശ്രമിച്ചിട്ട് ന്യായപ്രമാണത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുവാൻ ശ്രമിച്ചിട്ട് പരാജയമടയുന്ന ഒരു വ്യക്തി. അവിടെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഞാനാണ്. റോമാലേഖനം 7-ാം അധ്യായം സ്വയകേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ അവിടെ 7-ാം അധ്യായത്തിൽ ഞാൻ എനിക്ക് എന്നുള്ളത് ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്. 41 തവണ 7-ാം അധ്യായത്തിൽ ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ എനിക്ക്. ചില ഭാഗം മാത്രം വായിക്കുകയാണ്. 7-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 15 തൊട്ട് 28 വരെ വായിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇച്ഛിക്കുന്നത്, ഞാൻ ഇച്ഛിക്കാത്തത്, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അറിയുന്നു, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു, ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും. ന്യായപ്രമാണത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ശ്രമിച്ചിട്ട് പരാജയമടയുകയാണ്. കാരണം ഞാനാണ് കേന്ദ്രം. 8-ാം അധ്യായത്തിൽ ഞാൻ എന്നുള്ള പ്രയോഗം കേവലം 2 തവണ,
അത് 19-ാം വാക്യത്തിൽ